സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മത്സരിക്കുന്ന മണ്ഡലമാണ് യുപിയിലെ കനൌജ്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന മണ്ഡലം കൂടിയാണിത്. പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത് BJP ആണ്. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് അഖിലേഷ് യാദവ്. കനൌജ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് പൊരിഞ്ഞ പോരാട്ടമാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റായ കനൌജ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന വാശിയിലാണ് സമാജ്വാദി പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് അഖിലേഷ് യാദവ് അവിടം മത്സരിക്കാനായി തിരഞ്ഞെടുത്തതും. അഖിലേഷ് യാദവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വളരെ കരുതലോടെയാണ് BJPയുടെ നീക്കം. മെഗാ റാലി നടത്തിയായിരുന്നു അഖിലേഷ് യാദവിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. മണ്ഡലത്തിലെ കർഷക പ്രശ്നങ്ങളും യുവാക്കളുടെ തൊഴിലില്ലായ്മയും പരിഹരിക്കുമെന്ന് അഖിലേഷ് ഉറപ്പു നൽകുന്നു. 2019 ഉരുക്കുകോട്ടയായ മണ്ഡലത്തിൽ SP-ക്ക് കാലിടറി. സിറ്റിംഗ് MP ആയിരുന്ന ഡിംപിൾ യാദവിനെ BJP സ്ഥാനാർത്ഥി സുബ്രതോ പതക് 13,000 വോട്ടിന് പരാജയപ്പെടുത്തി. 5,50,734 വോട്ടുകൾ നേടിയ ഡിംപിൾ യാദവിനെതിരെ 5,63,087 വോട്ടുകൾ നേടിയാണ് പതക് വിജയം കണ്ടെത്തിയത്. സുബ്രത പതക് തന്നെയാണ് ഇത്തവണയും BJP സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ വികസന പദ്ധതികളും നരേന്ദ്രമോദി സർക്കാരിന്റെ മേന്മയും പറഞ്ഞു വോട്ട് പിടിക്കുന്ന BJPക്ക് അഖിലേഷിന്റെ വരവ് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. 2000 ആദ്യമായി അഖിലേഷ് തെരഞ്ഞെടുപ്പ് അംഗത്തിന് തുടക്കം കുറിച്ചത് കനൌജിൽ നിന്നുമാണ്. പിന്നീട് 2004-ലും 2009-ലും കനൌജിനെ അഖിലേഷ് പ്രതിനിധീകരിച്ചു. 2012 അഖിലേഷ് പിന്മാറിയെങ്കിലും മണ്ഡലം സമാജ്വാദി പാർട്ടിക്ക് ഒപ്പം തന്നെ നിന്നു. 2012-ലും 2014-ലും അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. പക്ഷേ 2019 കൈവിട്ടുപോയി. അന്ന് നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തവണ അഖിലേഷ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.